ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കശുവണ്ടി മേഖലയെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി എന്തെല്ലാം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും, ഒരു ബോർഡിന്, കോർപ്പറേഷന് ചെയ്യാൻ പറ്റും, അത് അനുസരിച്ചുള്ള മുന്നോട്ടുള്ള ഗംഭീരമായ ഒരു ചുവടുവയ്പ്പാണ്. നേരത്തെ സമുച്ചയത്തിൻ്റെ കാര്യം പറഞ്ഞത് കണക്ക് പ്രകൃതി ഒരു നിയോഗമുണ്ട്. കാര്യം ഈ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച അമ്മമാരും സഹോദരിമാരുടെയും മനസ്സിനകത്തുള്ള ആഗ്രഹം തീർച്ചയായിട്ടും പെടും. ഇവിടെ ചുട്ട് തല്ലി കഴിക്കുന്ന അണ്ടിപ്പരിപ്പിനെ കുറിച്ച് ബാലഗോപാൽ സഖാവ് പറഞ്ഞു, മന്ത്രി പറഞ്ഞു. കാരണം മറ്റേതെങ്കിലും സന്ദർഭമാണെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും സംസാരിച്ചോളാമെന്ന് പറയും. പക്ഷേ കശുവണ്ടി സംബന്ധിച്ചിടത്തോളവും കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ആകുമ്പം രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമാവും. എൻ്റെ തലമുറ ഒരു പ്രത്യേക തരത്തിലുള്ള തലമുറയാണ്. ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നടക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും കാണാൻ സാധിക്കുകയും ഒരുപാട് ഗംഭീരമായിട്ടുള്ള കാര്യങ്ങൾ പിൽക്കാലത്ത് കാണാതിരിക്കുകയും ചെയ്ത ഒരു തലമുറയാണ് എൻ്റേത്. ഞാനിത് പറയാൻ കാരണം കൊല്ലത്തിനെ സംബന്ധിച്ചിടത്തോളം 2 ഹബ്ബായിരുന്നു ഒരു കാലഘട്ടത്തിൽ, ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ. 1 കലയുടെ ഹബ്ബ്, 2 കശുവണ്ടിയുടെ ഹബ്ബ്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ സ്കൂളിൽ പോകാൻ എഴുന്നേൽക്കുന്നത് തന്നെ എൻ്റെ വീട്ടിൻ്റെ മുമ്പിലൂടെയുള്ള ബഹളം കേട്ടിട്ടാണ്. ഉത്സവത്തിന് പോകുന്ന പ്രതീതിയോടെ അമ്മമാരും സഹോദരിമാരും കശുവണ്ടി ഫാക്ടറി എന്നല്ല, അണ്ടിയാപ്പീസിലേക്ക് പോകുന്ന ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ എഴുന്നേൽക്കുന്നത്. അത്രമാത്രം ആവേശത്തോടെ സന്തോഷത്തോടെ ജോലിക്ക് പോകുന്ന ഒരു അമ്മമാരെയും സഹോദരിമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് മാത്രമല്ല, കൊല്ലത്ത് ഒരുപാട് ഉത്സവങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ എല്ലാ ആഴ്ചയിലും ശമ്പളം കിട്ടുന്ന ദിവസം എല്ലാ കശുവണ്ടി ഫാക്ടറിയുടെയും മുമ്പിൽ വലിയ ബിസിനസ്, തുണി, മറ്റുള്ള ഫർണിച്ചർ, അത് ഇതുമെല്ലാം വിൽക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ചയും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ കലയും. ഞാൻ 3 പ്രാവശ്യം ഇലക്ഷന് നിന്നു കഴിഞ്ഞ 10 കൊല്ലത്തിനകത്ത്. എപ്പോഴും തുടക്കത്തിൽ വോട്ട് ചോദിക്കാൻ വേണ്ടി സ്ഥാനാർത്ഥി ചെല്ലുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ 2 വാചകമൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യണമെന്ന് പറയും, പോകും. എന്നാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇങ്ങോട്ട് സ്ഥാനാർത്ഥിയുടെ നേരെ ചോദ്യങ്ങൾ ചോദിച്ചവർ കശുവണ്ടി തൊഴിലാളികളും കലാകാരന്മാരുമാണ്. എന്തുകൊണ്ട്, ഞങ്ങൾ കണ്ടതാണ്, എന്തുകൊണ്ട് കൊല്ലത്തിനിത് സംഭവിച്ചു? ആദ്യം തന്നെ പറയാം, അങ്ങനെ ഒരുപാട് പ്രാവശ്യം പല സന്ദർഭങ്ങളിലും നിയമസഭയിലും അല്ലാതെയും എല്ലാം പറഞ്ഞത് കൊണ്ട് 14 ജില്ലകളിൽ സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കൊല്ലം വന്നു. ഇപ്പോഴും ഈ പ്രകൃതിയുടെ ഒരു നിയോഗം പോലെ കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം നിറവേറ്റുന്ന തരത്തിൽ കല തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇത്രയും ഗംഭീരമായ ഒരു സാംസ്കാരിക സമുച്ചയം, അതും ഗുരുവിൻ്റെ പേരിൽ വന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് കൊല്ലം. അതുകൊണ്ടാണ് അത് ഒരു പരിധി വരെ ഇവിടെ എത്രയോ കലാപരിപാടികൾ നടക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഇപ്പോൾ മന്ത്രി എന്നോട് പറയുമായിരുന്നു, ശ്രീരാമചന്ദ്രൻ്റെ അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് 300-നും 400-നും ഇടയ്ക്കുള്ള കോടി രൂപയ്ക്ക് വിലമതിക്കുന്ന ഒരു മ്യൂസിയം, ഒരു ആർട്ട് ഗാലറി ഇവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കലയ്ക്ക് ഇതിനപ്പുറത്തൊരു ഉണർവില്ല. കശുവണ്ടിയുടെ കാര്യം പറഞ്ഞാൽ, ഞാൻ ആ കാലഘട്ടത്തിൽ ഇതേപോലുള്ള തൊഴിലാളികൾ മാത്രമല്ല മുതലാളിമാരും അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. എൻ്റെ ഓർമ്മയിൽ ഫോറിൻ കാറുകൾ കാണാൻ വേണ്ടി കേരളത്തിലെയോ ഇന്ത്യയിലെയോ തന്നെ പല കാർ കുതികികളും കൊല്ലത്ത് വരുമായിരുന്നു. കൊല്ലത്തിൻ്റെ നിരത്തുകളിലൂടെ ഓടുന്ന ഫോറിൻ കാറുകൾ കണ്ടിട്ട് ഇതൊരു വിദേശ രാജ്യമാണോ എന്ന് വരെ സംശയിക്കുന്ന തരത്തിൽ അത്ര പ്രൗഢഗംഭീരമായ ഒരു ജീവിതം മുതലാളിമാരും നയിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ കോൺക്ലേവിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് കശുവണ്ടി മേഖലയെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി എന്തെല്ലാം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റും, ഒരു ബോർഡിന്, കോർപ്പറേഷന് ചെയ്യാൻ പറ്റും, അത് അനുസരിച്ചുള്ള മുന്നോട്ടുള്ള ഗംഭീരമായ ഒരു ചുവടുവയ്പ്പാണ്. നേരത്തെ സമുച്ചയത്തിൻ്റെ കാര്യം പറഞ്ഞത് കണക്ക് പ്രകൃതി ഒരു നിയോഗമുണ്ട്. കാര്യം
ഈ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച അമ്മമാരും സഹോദരിമാരുടെയും മനസ്സിനകത്തുള്ള ആഗ്രഹം തീർച്ചയായിട്ടും സബലീകരിക്കപ്പെടണം, പെടും. ഇവിടെ ചുട്ട് തല്ലി കഴിക്കുന്ന അണ്ടിപ്പരിപ്പിനെ കുറിച്ച് ബാലഗോപാൽ സഖാവ് പറഞ്ഞു, മന്ത്രി പറഞ്ഞു. അതിൻ്റെ വ്യത്യാസം കൊല്ലംകാർക്ക് ശക്തമായി, വളരെ വ്യക്തമായി മനസ്സിലാകും. നമ്മൾ ഒരു അണ്ടിപ്പരിപ്പ് ഇരിക്കുന്ന കണ്ടാണ്. ഇപ്പോൾ എവിടെ പോയാലും അണ്ടിപ്പരിപ്പാണ്. പ്രത്യേകിച്ചും MLA എന്ന് പറഞ്ഞ ആ ഇതിൽ വന്നതിന് ശേഷം യോഗം തുടങ്ങാൻ 10 മിനിറ്റ് എടുക്കും, ഒന്ന് ഇരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന അണ്ടിപ്പരിപ്പാണ്. ഒരു പ്ലേറ്റിനകത്ത് അണ്ടിപ്പരിപ്പ് കൊണ്ടുവരും. കാണുമ്പം തന്നെ അറിയാം ഇത് കഴിക്കണോ വേണ്ടയോ. അത് കൊല്ലംകാരുടെ പ്രത്യേകതയാണ്. ഇപ്പോൾ അത് മെക്കനൈസ് ചെയ്തെങ്കിൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും പ്രീമിയം നട്ട്സ്, നമ്മളിപ്പം കേരളത്തിൽ വരുന്ന ആൾക്കാർക്ക് കഥകളിയുടെ രൂപം കൊടുക്കും, 6 മുള കണ്ണാടി കൊടുക്കും. അതേപോലെ ചുട്ടു തല്ലിയ അണ്ടിപ്പരിപ്പും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് തിരിച്ച് അത് മേടിക്കാൻ വേണ്ടി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരു കൊല്ലംകാരനാണ് ഞാൻ. നമ്മൾ കഥകളി 4-5 മണിക്കൂർ 6-7 ദിവസമൊക്കെ കണ്ടെങ്കിൽ മാത്രമേ, അതുകൊണ്ട് കഥകളിക്ക് വലിയൊരു അപജയം വന്നു. കഥകളി ക്യാപ്സ്യൂളാക്കിയപ്പോൾ പലരും വിദേശികൾ കണ്ട് ഇത്രയും മനോഹരമായ ഒരു കല, കേരളത്തിൻ്റേത് മാത്രമായിട്ടുള്ളൊരു കല, ആ ക്യാപ്സ്യൂൾ കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർ കേരളത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ക്യാപ്സ്യൂൾ വേണ്ട, ഞങ്ങൾക്ക് ഒറിജിനൽ കാണണം. ഇതുതന്നെയാണ് കശുവണ്ടിയുടെ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഫോർമുല. ആ തരത്തിൽ നമ്മൾ തിരിച്ചു പിടിക്കും. മേഴ്സിക്കുട്ടിയമ്മ നോക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ കോൺക്ലേവും ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള കശുവണ്ടി മേഖലയുടെ വളർച്ചയും സ്വപ്നം കണ്ടുകൊണ്ട് ഒരു കൊല്ലംകാരൻ, കൊല്ലം MLA എന്നുള്ള നിലയിൽ ഞാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. താങ്ക് യു സർ. 2031 എന്ന് പറഞ്ഞാൽ 75 വർഷം കേരളത്തിൽ പൂർത്തീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മേഖല എങ്ങനെയായിരിക്കണം? അപ്പോൾ ഈ 4.5 വർഷം നിങ്ങളിതൊന്നും ചർച്ച ചെയ്തില്ലേ എന്ന ചോദ്യം ചോദിക്കാൻ യഥാർത്ഥത്തിൽ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കാരണം ഈ ഗവൺമെൻറ് ഒരു തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത കാര്യങ്ങൾ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയി ലക്ഷ്യം കാണുക എന്നതാണ് ഈ ഗവൺമെൻറ്റിൽ അർപ്പിതമായ ഉത്തരവാദിത്വം എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ ആദ്യം പരിശോധിച്ചൊരു ഭാഗം എങ്ങനെ ഈ മേഖലയൊന്ന് രക്ഷപ്പെടുത്തിയെടുക്കാം. മേഴ്സിക്കുട്ടിയമ്മ മന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രി, നേരത്തെ ഇവിടെ ശ്രീ ജയമോഹൻ സൂചിപ്പിച്ചതുപോലെ, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ബാങ്കുകളുടെയൊക്കെ യോഗം ചേർന്ന് എങ്ങനെ ഈ അടഞ്ഞു കിടക്കുന്ന സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാം, ബാങ്കുകളുടെ ബാധ്യത എങ്ങനെ അവസാനിപ്പിക്കാം, ഈ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതൊരു ദുഷ്കരമായ ദൗത്യമാണെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പം ഞങ്ങളൊരു നിയമം പാസ്സാക്കി, ഈ നിയമസഭയിൽ ഏറ്റവും ചരിത്രപരമായൊരു നിയമം പാസ്സാക്കിയത്. എന്നാൽ നമ്മുടെ നാട്ടിലൊരു മാധ്യമ രീതി അനുസരിച്ച് നിയമസഭയിൽ നടന്നിട്ടുള്ള ബഹളം എല്ലാം 1 പേജ് 2 പേജൊക്കെ കൊടുക്കും. ഈ നാടിന് വളരെ സജീവമായ പ്രശ്നം നിങ്ങൾ അരിച്ചു പറിക്കാൻ തന്നെ കണ്ടെന്നു വരില്ല. നിയമസഭയിൽ ഇപ്പോൾ പാസ്സാക്കിയ നിയമം ഏക കിടപ്പാട സംരക്ഷണ നിയമമാണ്. അത് അതിദരിദ്ര പാവപ്പെട്ട ജനങ്ങളുടെ വീട് സംരക്ഷിക്കാനുള്ളതാണ്. അതിന് പോലും ബാങ്കുകൾ സമ്മതിച്ചിരുന്നില്ല. സർഫാസി നിയമം 1 ലക്ഷം വായ്പയ്ക്ക് മുകളിലുള്ള എല്ലാ വായ്പയും ഒരേപോലെയാണ്. നിങ്ങൾ 2 ലക്ഷം എടുത്തോ 2 ലക്ഷം കോടി എടുത്തോ ഒരേപോലെ ആയിരിക്കും. കോടതികൾക്ക് പോലും ഇടപെടാൻ അധികാരമില്ല. അപ്പോൾ പിന്നെ കശുവണ്ടി മേഖലയിലെ പ്രശ്നത്തിൽ സർക്കാരിന് എത്രമാത്രം ഇടപെടാൻ കഴിയും എന്ന് സാധാരണഗതി നിങ്ങൾ ചിന്തിക്കാം. കഴിഞ്ഞ ഗവൺമെൻറ്, മേഴ്സിക്കുട്ടിയമ്മയ്ക്കുള്ള ഗവൺമെൻറ്, ആ സന്ദർഭത്തിൽ നിയമസഭ തന്നെ പ്രമേയം പാസാക്കി. ആ പ്രമേയം ഈ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പയെങ്കിലും ഈ സർഫാസിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ ഒറ്റ വീടുണ്ടെങ്കിൽ ജപ്തിയൊന്നും ചെയ്യാൻ പാടില്ല. അതിന് കേന്ദ്രം നിയമം ഭേദഗതി ചെയ്യണം. അങ്ങോട്ട് അയച്ചത് അവിടെ തന്നെ കിടന്നു, അനങ്ങിയില്ല. പിന്നീട് ഈ ഗവൺമെൻറ് വന്നു. പ്രകടന പത്രികയിൽ ഞങ്ങളൊരു കാര്യം പറഞ്ഞു, ഇങ്ങനെ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് കിടപ്പാടം നഷ്ടപ്പെടുന്ന സാധാരണക്കാരെ സംരക്ഷിക്കാൻ ഒരു നിയമം കൊണ്ടുവരും.
ഇപ്പോൾ ധനമന്ത്രിയും ഞാനും പുതിയ മന്ത്രിമാരായിരുന്നല്ലോ. ആദ്യത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത എടുത്ത തീരുമാനം ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരാൻ ബില്ല് ശുപാർശ സമർപ്പിക്കുക, കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2 സെക്രട്ടറിമാരും സിവിൽ നിയമങ്ങളിൽ അവഗാഹമുള്ള ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ, അവരെല്ലാം കൂലങ്കഷമായി പരിശോധിച്ചിട്ട് റിപ്പോർട്ട് നൽകി, നമുക്കിതുമ്പോൾ തൊടാൻ പറ്റില്ല. സർഫാസി നിയമം നേരത്തെ കണ്ട പോലെ ബാങ്കിങ് യൂണിയൻ ലിസ്റ്റാണ്, സ്റ്റേറ്റിന് ഒരു അധികാരമില്ല, വീണ്ടും ആവശ്യപ്പെടാം. നിയമസഭയിൽ ഗവർണർ നടത്തിയ സംസ്ഥാന ഗവൺമെൻറ് നയപ്രഖ്യാപനത്തിൽ ഒരു കാര്യം സർക്കാരിൻ്റെ സമീപനം എടുത്തു പറഞ്ഞു. ഒരു വീട് എന്നുള്ളത് പൗരൻ്റെ അടിസ്ഥാന അവകാശമാണ്. ഇത് ആ നിലപാട് ഞങ്ങൾ വ്യക്തമാക്കി. ചിലപ്പോൾ ക്യാൻസർ രോഗിയെ വരെ വീട്ടിൽ നിന്ന് കുടിയിറക്കുന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അപ്പോഴും മന്ത്രി പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം മന്ത്രി പറയുമ്പോഴേക്കും കോടതിയുടെ ഉത്തരവാണ്. സർഫാസി നിയമത്തിൽ വേറെ ആർക്കും ഇടപെടാനുള്ള അവകാശങ്ങളില്ല. വേണമെങ്കിൽ ഒരു ദിവസം പോയി തുറന്നൊക്കെ കൊടുത്ത് പത്രത്തിൽ വരും, ചാനൽ ചർച്ചയിൽ വരുന്നൊക്കെ അല്ലാതെ ബലത്തിൽ വേറൊന്നും ചെയ്യാനുള്ള അധികാരമില്ല. അതുകൊണ്ട് നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു ഉറപ്പ് പറഞ്ഞു, അങ്ങനെയുള്ളവരുടെ കിടപ്പാടം സംരക്ഷിക്കാൻ ആവശ്യമായ ഏതറ്റം വരെ ഈ ഗവൺമെൻറ് പോകും. അതാണ് നിയമസഭയിൽ ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ച ബില്ലെന്നുള്ളത്. അത് നിങ്ങൾക്കല്ല കേട്ടോ, ചെറിയ നമ്മുടെ തൊഴിലാളികളൊക്കെ ഉണ്ടെങ്കിൽ നഗരത്തിൽ 5 സെൻറ്റ് സ്ഥലം, അപ്പോൾ ഇവർ ശ്രദ്ധാപൂർവം നോക്കുന്നത് ഈ നിയമത്തിൽ കശുവണ്ടി മുതലാളിമാരുടെ വീട് കൂടി സംരക്ഷിക്കാൻ പോകുന്നുണ്ടോ എന്നായിരിക്കും ഇവർ നോക്കുന്നത്. കാരണം നിയമം കൊണ്ട് നമുക്ക് സർഫാസി തൊടാൻ പറ്റില്ല. ഇത് നമ്മുടെ ഒരു നിധി ഉണ്ടാക്കുകയാണ്. ഗവൺമെൻറ് കിടപ്പാടം സംരക്ഷിക്കാൻ ഒരു ഫണ്ട് ഉണ്ടാക്കുകയാണ്. ഗ്രാമത്തിൽ 10 സെൻറ്റ് സ്ഥലം, നഗരത്തിൽ 5 സെൻറ്റ് സ്ഥലം മാത്രമുള്ളയാൾ, വേറെ സ്ഥലം ഒന്നും ഉണ്ടാവാൻ പാടില്ല. 5 ലക്ഷം വരെ വായ്പ എടുത്തയാൾ, 10 ലക്ഷം വരെ പലിശയും പിടപ്പലിശയ്ക്കായി ഉയർന്നു നിൽക്കുന്ന ജപ്തി നേരിടുന്ന കുടുംബം, 3 ലക്ഷത്തിൽ കൂടുതൽ വാർഷിക വരുമാനം ഉണ്ടാകാനും പാടില്ല. അതാണ് സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അങ്ങനെ ജപ്തി വന്നാൽ ഒരു ജില്ലാതല കമ്മിറ്റി ഉണ്ട്, കളക്ടറും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന ഒരു കമ്മിറ്റി ഉണ്ട്, ബാങ്കിൻ്റെ ആളുണ്ടാവും. ആ കമ്മിറ്റി ബാങ്കുമായിട്ട് ചർച്ച ചെയ്യും. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്കൊരു 2 വർഷം കിട്ടി അടയ്ക്കാം, അല്ലെങ്കിൽ ചിലർ പറയും ഞങ്ങൾക്ക് ബാക്കി സ്ഥലം, വീടിരിക്കേണ്ട സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ മതി, ബാക്കി വിറ്റ് ഞങ്ങൾ അടയ്ക്കാം. ചിലർ പറയും ഞങ്ങൾക്ക് ഒരു ഗതിയില്ല, എന്ത് വേണേലും അയക്കോ. അങ്ങനെ വരുമ്പോൾ ചർച്ച ചെയ്തിട്ട് തീരുമാനം എടുക്കും. ആ തീരുമാനം നേരെ സ്റ്റേറ്റ് തല കമ്മിറ്റിക്ക് അയക്കും. അതിന് സമയമുണ്ട്, 30 ദിവസത്തിനുള്ളിൽ അയക്കണം. സ്റ്റേറ്റ് തല കമ്മിറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചിട്ട് 8 ലക്ഷമായി നിൽക്കുകയാണ്. വീട്ടുകാർ പറഞ്ഞ 2 ലക്ഷമായി ഞങ്ങളുടെ ഉള്ളൂ, 6 ലക്ഷം ഗവൺമെൻറ് ഈ നിധിയിൽ നിന്ന് കൊടുക്കും. ഒരു ഗതിയില്ല, ഒന്നും അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ 8 ലക്ഷവും ഗവൺമെൻറ് ഈ നിധിയിൽ നിന്ന് കൊടുക്കും. രാജ്യത്താദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് പാവപ്പെട്ടവന്റെ വീട് സംരക്ഷിക്കാൻ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ 5 ലക്ഷത്തിലധികം വീട് ലൈഫ് പദ്ധതിയിലൂടെ പ്രഖ്യാപിച്ചു. ഇപ്പൊ 4,60,000-ത്തിലധികം വീട് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള വീട് ഇറക്കി വിടുവാൻ തെരുവിൽ ഇങ്ങനെ അനാഥമായി നിസ്സഹായമായി കീണ് കരഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു ഗവൺമെന്റിന് നിൽക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റിന്. അതുകൊണ്ടാണ് ഈ നിയമം പാസ്സാക്കിയത്. അപ്പോൾ കശുവണ്ടി മുതലാളിമാർ മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണിത്. ഈ 5 സെൻറ്റ് ഉള്ളവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതിരിക്കാൻ ഞങ്ങൾ പല രീതിയിൽ ശ്രമിച്ചിട്ടും നിസ്സഹായരായതുകൊണ്ട് ഗവൺമെൻറ് തന്നെ പണം ചെലവഴിച്ച് ഇത് നടത്തുന്ന ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നു. അപ്പോഴാണ് നിങ്ങളുടെ കാര്യത്തിൽ ശക്തമായ ഇടപെടൽ നടത്തി. എത്ര മീറ്റിങ്ങിലിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ജയമോഹൻ പറഞ്ഞല്ലോ, നിങ്ങളുടെയൊക്കെ പേരറിയാമെന്ന് ഈ മീറ്റിങ്ങിലിരുന്നിരുന്നു നിങ്ങൾ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ടുമാണ്. ഞങ്ങളുടെ പരിമിതി നിങ്ങൾക്കറിയാം. ഗവൺമെൻറ് പരമാവധി ചെയ്തിട്ടുണ്ടെന്ന് ആത്മാർത്ഥമായി അറിയുന്നവരാണ്. ഇത് മാത്രമല്ല, നമ്മൾ എന്താ ധാരണ ഉണ്ടാക്കിയ അവസാനം 2 കോടി രൂപ വരെയാണെങ്കിൽ 50% അടച്ചാൽ മതി, 2 കോടിക്ക് മുകളിലാണെങ്കിൽ 60%. അതിൻ്റെ പ്രപ്പോസൽ കൊടുക്കുമ്പോൾ 10% അടയ്ക്കണം. ഞാനിപ്പോൾ അതിൻ്റെ കണക്ക് നോക്കി. അതിൽ പലർക്കും ഈ ധാരണ എത്തിയിട്ടും ഇപ്പോൾ 24 പേരാണ് പൂർണ്ണമായിട്ട് സെറ്റിൽ ചെയ്തുള്ളൂ. 117 കോടി. 35 പേര് 124 കോടിയുടെ പ്രപ്പോസൽ കൊടുത്തെങ്കിലും
പിന്നെ 10% അടയ്ക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ ധാരണയിൽ നിന്ന് മാറി. പക്ഷെ 117 കൂടിയിട്ട് നമുക്ക് 24 ഫാക്ടറികളുടെ പൂർണ്ണമായിട്ടും സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞു. 195 എലിജിബിൾ ആയിട്ടുള്ളതുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ധനകാര്യ മന്ത്രിയും നിങ്ങളും എല്ലാവരും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ, കാരണം 2 തവണ ഞാൻ യോഗം ചേർന്ന് SLBC-കാരോട് സമ്മതിച്ചാണ്. പിന്നെ ഒരു നിവൃത്തിയില്ലെന്ന് വന്നപ്പോൾ വീണ്ടും മുഖ്യമന്ത്രി തന്നെ ഒരു യോഗം ചേർന്നു. 2025 ഡിസംബർ 31 വരെ അത് നീട്ടി ഉത്തരവിറക്കിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴും അതിനകത്തുണ്ട് ബാങ്കുകളുടെ ബോർഡ് തീരുമാനിക്കണം. കാരണം നമുക്ക് അധികാരമില്ല. അറിയാം, 5 സെന്റിന് തന്നെ നമ്മൾ നിയമം കൊണ്ടുവന്ന് നിങ്ങൾ കണ്ടല്ലോ. ഇനിയും ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ മറ്റുള്ളവരും ശ്രമിക്കണം. പക്ഷേ ചിലർക്ക് എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അവരുടെ കുഴപ്പമല്ല, ഈ 10% അടയ്ക്കണ്ടേ, അതിന് കഴിയാതെ വരുമ്പോഴുണ്ട്. പിന്നെ ചിലരാണെങ്കിൽ എടുത്തത് അന്നത്തെ കാലത്തൊന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ടാവും. കശുവണ്ടി വ്യവസായം നന്നായി നിൽക്കുന്നു, അന്നൊരു ഹോട്ടൽ ഇരിക്കട്ടെ എന്ന് കരുതി. നമ്മൾ ഈ അംഗീകരിച്ചാലും ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസി നോക്കും ഈ വായ്പ എങ്ങനെ പോയി, അതിൻ്റെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്. അപ്പോൾ എടുത്ത പണം ബാർ ഹോട്ടലിനാണ് വിനിയോഗിച്ചെങ്കിൽ അപ്പോൾ എലിജിബിൾ അല്ലാതായി മാറും. അങ്ങനെ 3-4 കേസുകൾ ആ രൂപത്തിൽ തീരുമാനിച്ചിട്ടും കൊടുക്കാൻ പറ്റാത്ത കേസുകൾ ഉൾപ്പെടെയുണ്ട്. സർക്കാർ പരമാവധി ചെയ്തു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഇത്രയും കേസുകൾ നമുക്ക് സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ കൊല്ലം അതിൻ്റെ ഒരു ചരിത്രം ധനകാര്യമന്ത്രി പറഞ്ഞല്ലോ. ധനകാര്യമന്ത്രി എപ്പോഴും ഇത് പറയും, ഈ ചുട്ട് തല്ലുന്ന കേട്ടോ, ധനകാര്യമന്ത്രി എപ്പോഴും പറയും ചുട്ട് തല്ലുന്ന കശുവണ്ടി ആണ് ഭയങ്കര രുചി. മറ്റത് പുള്ളിക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. കഴിക്കുമ്പോൾ തന്നെ പറയും ഇത് ചുട്ടതാണോ ഇത് പുഴുങ്ങിയതാണോ. പുഴുങ്ങിയത് കഴിക്കുമ്പോൾ ഞങ്ങളോട് ഉപദേശിക്കും ഇത് വയറ് കേടാവും. അപ്പോൾ ഞങ്ങൾ പറയും ചുട്ടതാണോ പുഴുങ്ങിയതാണോ എന്ന് ഇതല്ല പ്രശ്നം, ഇത് ആളുകൾ വാങ്ങുന്നുണ്ടോ കച്ചവടം നടക്കുന്നുണ്ടോ. സംഗതി ശരിയാണ്. പക്ഷെ വിയറ്റ്നാമിൽ നിന്ന് വരുമ്പോൾ നല്ല അവർക്കാണ് മാർക്കറ്റ് മുഴുവൻ. ഇപ്പോൾ ചുട്ടു തല്ലുന്ന ബ്രാൻഡ് നിഷ് പ്രൊഡക്റ്റ് എന്ന രൂപത്തിൽ നമുക്കത് ബ്രാൻഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ ഗുണം കിട്ടും. ഇതിങ്ങനെയാണ്, മറ്റത് വയറ് പ്രശ്നമാക്കും, ഇതാകും. അതൊക്കെ പരസ്യത്തിലൂടെ ലോകത്തെ പഠിപ്പിച്ചാൽ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ആളുകൾക്ക് ആരോഗ്യത്തിൽ കുറേ ശ്രദ്ധയൊക്കെ ഉള്ളതുകൊണ്ട് കൊല്ലത്ത് ചുട്ട് തല്ലുന്നതിനാണ് കുറച്ചുകൂടി ആരോഗ്യം എന്നൊരു അവബോധം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കണം. കൊല്ലം അദ്ദേഹം പറഞ്ഞ പോലെ 1 നൂറ്റാണ്ടിലധികമായി ഇവിടെ കശുവണ്ടി ഫാക്ടറി, അതിൻ്റെ ചരിത്രമൊക്കെ ശ്രീ വെങ്കിട്ടരാമയ്യക്കൂടെ ഉണ്ട്, അവർ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ റിപ്പോർട്ട് മുഴുവൻ നോക്കിയപ്പോൾ 1930 തന്നെ കശുവണ്ടി ഇറക്കുമതി ചെയ്യാൻ തുടങ്ങി. അന്ന് 30 തന്നെ കയറ്റുമതി പരിപ്പ് തുടങ്ങിയപ്പോൾ തന്നെ റോ കാഷ്യൂനട്ട് ഈ തൊട്ടണ്ടി 30 തന്നെ ആഫ്രിക്കയിൽ നിന്ന് ഇവിടേക്ക് ഇറക്കുമതി ചെയ്തു. അന്നേ നമുക്ക് അത്ര റോ മെറ്റീരിയൽ ഇല്ല, പക്ഷെ ഇറക്കുമതി ചെയ്തു. നല്ല ഡിമാൻഡായിരുന്നു. നന്നായി ശ്രീ ജോയിയൊക്കെ നന്നായി അത് പഠിച്ചിട്ടുള്ള ആളുകളാണ്. വളരെ നന്നായിട്ടത് മുന്നേറി പോയി. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് അതിനകത്ത് താഴോട്ട് വരാൻ തുടങ്ങി. 70കളുടെ അവസാനമായി തുടങ്ങിയപ്പോൾ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ 80കളിലായപ്പോൾ അത് ശക്തിപ്പെടാൻ തുടങ്ങി. 70കളുടെ അവസാനമായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഫാക്ടറി ഉള്ളവർ തന്നെ ബോർഡ് ഇവിടെ ഇരിക്കുകയും ഫാക്ടറി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 70കളുടെ അവസാനം മുതൽ ഇത് പിന്നെ കൂടി വന്നു. അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവ്, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ടാണ് ആ രീതിയിലേക്ക് മാറിയത്. പോയി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വല്ലാത്ത ഇടിവുണ്ട്. ഇത് നോക്കുമ്പോൾ 11 കാഷ്യൂവിൻ്റെ അളവ് കുറഞ്ഞു. നേരത്തെ മൊത്തം ഉള്ളതിൽ 5.95 കശുവണ്ടി തോട്ടണ്ടി മാത്രമാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാഹചര്യം വന്നു. അത് പിന്നെയും വല്ലാതെ താഴോട്ട് പോയി. മറ്റ് രാജ്യങ്ങളാണെങ്കിൽ പുതിയ രീതികൾ, മോഡേണൈസേഷൻ തുടങ്ങി, ആധുനികവൽക്കരണം. നമ്മളിപ്പോൾ ഞാൻ ആദ്യം ഈ കൊല്ലക്കാരനല്ലാത്ത ഒരു മന്ത്രിയായിട്ട് കശുവണ്ടി വന്നുകൊണ്ട് എനിക്ക് സ്വതന്ത്രമായിട്ട് പരിശോധിക്കാമല്ലോ. ഇവർക്കൊക്കെ പരിശോധിക്കുമ്പോൾ മേഴ്സിക്കുട്ടി മേസകാവായാലും ഗുരുദാസവായാലും അവരുടെ ഒരു കുറേ സ്വാഭാവികമായിട്ടും അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളുണ്ടാവും. അപ്പം ഞാൻ ആദ്യം ഫാക്ടറി ചെന്നപ്പോൾ ശ്രീ ജയമോഹൻ എല്ലാവരും കൂടി പോയി. നമ്മുടെ കേരളത്തിൽ ഇത്രയും ഇതായിട്ട് തൊഴിലാളി ജോലി ചെയ്യേണ്ട സ്ഥിതിയുണ്ടോ? കയ്യിൽ മുഴുവൻ കറ, ഒരു കുനിഞ്ഞിരുന്ന് പ്രായമായ ആളുകൾ അടിച്ചിട്ടിരിക്കുകയാണ്. ഇത് മാറേണ്ടതില്ലേ? ഈ തലമുറ, അടുത്ത തലമുറ ഇതിലേക്ക് വരുമോ? അപ്പോൾ ആ തൊഴിൽ അന്തരീക്ഷം മാറണ്ടേ? ഇതെല്ലാം നമ്മൾ എങ്ങനെ മാറ്റാൻ കഴിയും? കശുവണ്ടി വ്യവസായം എങ്ങനെ എല്ലാം നമ്മൾ വിചാരിച്ചാൽ മുടങ്ങില്ല. പല ലോക സാഹചര്യം ഉണ്ടാവും, ഇന്ത്യൻ സാഹചര്യം ഇപ്പോൾ കണ്ടില്ല. ഒന്ന് കയറി വന്നപ്പോഴേക്കും താരിഫ് മാറി.
ഇപ്പോഴത്തെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വ്യവസായികൾ എന്ന നിലയിൽ സ്ഥാപനം നടത്തുമ്പോൾ 30 വർഷം, 10 വർഷം, 20 വർഷം, ഇപ്പോൾ ഓരോ ദിവസത്തിനും പ്ലാനിങ് വേണം. ഓരോ ദിവസവും പറ്റില്ല. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു താരിഫായിരിക്കും, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞാൽ ഒരു താരിഫ്, വൈകുന്നേരം വേറെ താരിഫ്, രാത്രി ഉറക്കത്തിൽ നിന്ന് എണീക്കരുതേ എന്നാണ് ആളുകൾ ആലോചിക്കുന്നത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ പുതിയ താരിഫ് പ്രഖ്യാപിച്ചോളെ. ഇതാണ് ഇപ്പോഴത്തെ ഒരു ലോകത്തിൻ്റെ സ്ഥിതി എന്നുള്ളത്. ഇപ്പോൾ കമ്പോളം വല്ലാതെ മാറിക്കോട്ടെ. ഇങ്ങനെ പല ഘടകങ്ങളുണ്ട്. എന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ ഗവൺമെൻറ് വന്നു ഉടൻ തന്നെ കാഷ്യൂ മേഖലയിൽ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ആ വിദഗ്ധ സമിതി എല്ലാ വിഭാഗം ആളുകളുമായി ചർച്ച ചെയ്തു. പിന്നെ ഞങ്ങൾ കയറിലും വെച്ചു, കശുവണ്ടിയിലും വെച്ചു, കൈത്തറിയിലും വെച്ചു. അപ്പോൾ ചിലർ പറഞ്ഞു ഇതിൽ ട്രേഡ് യൂണിയൻ്റെ ആളില്ല, ഇതിൽ മാനേജ്മെൻറ്റിൻ്റെ ആളില്ല. അപ്പോൾ ഞാൻ കയറുകാരൊക്കെ ഒരു ഇത്രയും കെട്ട് റിപ്പോർട്ട് കാണിച്ചു കൊടുക്കും. ഇതെല്ലാം ആനത്തലോട്ടം കമ്മിറ്റി റിപ്പോർട്ട്, തച്ചടി കമ്മിറ്റി റിപ്പോർട്ട്, തൊഴിലാളി മുതലാളി, ഇതെല്ലാം കെട്ട് കണക്കിന് ഇവിടെ ഇരിപ്പുണ്ട്. 10-50,000 പേജുണ്ട്. എന്ത് നടന്നു നിങ്ങൾ തന്നെ പറ. ഇപ്പം നിങ്ങളല്ലാത്തൊരു ടീം നോക്കട്ടെ, വിദഗ്ധർ. അവരാകുമ്പോൾ പിന്നെ തൊഴിലാളി താല്പര്യമോ മുതലാളി താല്പര്യമോ മറ്റ് താല്പര്യമോ ഒന്നും ഇല്ലാതെ, ഗവൺമെൻറ് താല്പര്യം ഒന്നുമില്ല, സ്വതന്ത്രമായി നോക്കട്ടെ. അവരുടെ ശുപാർശകൾ നമ്മളാണല്ലോ സ്വീകരിക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. അവർ സ്വതന്ത്രമായി ശുപാർശ നടക്കട്ടെ. സ്വീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളുമായി എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് മാത്രമേ അവസാന തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. അങ്ങനെ നമ്മൾ വിദഗ്ധ സമിതിയെ വെച്ചു. ആ വിദഗ്ധ സമിതി ഇടക്കാല റിപ്പോർട്ട് നൽകി. ആ ഇടക്കാല റിപ്പോർട്ട് ട്രേഡ് യൂണിയനുകളും അതുപോലെ ഫാക്ടറി ഉടമകളും എല്ലാവരുമായി ചർച്ച ചെയ്തു. അവസാന റിപ്പോർട്ടും നൽകി. അതും ചർച്ചയ്ക്ക് വിധേയമായി. ഈ റിപ്പോർട്ടിനകത്ത് മിക്കവാറും കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞു. അതാണ് ബഹുമാനായ മന്ത്രി ഇവിടെ സൂചിപ്പിച്ചത്. ഒന്ന്, രാജ്യത്താദ്യമായിട്ടാണ് ഒരു പക്ഷേ സ്വകാര്യ കശുവണ്ടി ഫാക്ടറിയിലെ മുതലാളി അടയ്ക്കേണ്ട സ്റ്റാറ്റ്യൂട്ടറി കോൺട്രിബ്യൂഷൻസ്, PF, ESI, ഈ കോൺട്രിബ്യൂഷൻ അതിൻ്റെ 50% സർക്കാർ ഏറ്റെടുത്തു. ആദ്യത്തെ വർഷം നമ്മളത് ഞാൻ നോക്കി 200 കോടി നിശ്ചയിച്ചത്. 200 കോടി 24-25 200 കോടി നമ്മൾ 2 കോടി നമ്മൾ 200 ലക്ഷം 2 കോടി നമ്മൾ വിതരണം ചെയ്തു ഈ കമ്പോണന്റ്. 25-26 വീണ്ടും 2 കോടി രൂപ വിതരണം ചെയ്യാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. അവരിപ്പോൾ ഇന്നലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണെങ്കിൽ കശുവണ്ടി മേഖലയിൽ വളരെ ഉദാരമായിട്ടാണ്. ബാക്കിയൊക്കെ ഞങ്ങൾ പറയുമ്പോൾ ഒരു പിടുത്തൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ പറയും കശുവണ്ടിയാണെങ്കിൽ പിന്നെ കൊല്ലത്തെ അനുഭവം കൂടി അറിയാവുന്നതുകൊണ്ട് ഇന്നലെ വീണ്ടും അടുത്ത ഗഡുവിൻ്റെ ഒരു ആദ്യത്തേത് ഈ 2 കോടിയിൽ നിന്ന് 70 ലക്ഷം രൂപ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ തന്നെ അടുത്ത ദിവസം മുതൽ അത് വിതരണം ചെയ്യാൻ കഴിയും. അതിന് ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. പിന്നെ അപ്പോൾ മേഴ്സിക്കുട്ടി എംഎസ് അവിടെ നിന്ന് പറഞ്ഞു മിനിമം കൂലിയും കൊടുക്കണം. അത് കറക്റ്റ്. പണ്ടത്തെ ധാരണ കൂലി മാത്രം ചിന്തിച്ചിരുന്നുള്ള തൊഴിലാളികൾ, ഫാക്ടറി ചിന്തിച്ചിരുന്നില്ല. മുതലാളിമാർ ലാഭം മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. തൊഴിലാളിയുടെ കൂലിയെക്കുറിച്ച് അവരും ചിന്തിച്ചിരുന്നില്ല. 2 കൂട്ടരുടെയും സമീപനത്തിൽ മാറ്റം വരണം. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എല്ലാവർക്കും നല്ല ധാരണയായിട്ടുണ്ട്. മുതലാളിയും തൊഴിലാളിയും ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വ്യവസായം നിലനിർത്തുന്നതിന് ഇപ്പോൾ കൂലി വർദ്ധിപ്പിച്ചു. ഇപ്പോൾ 21% നമ്മൾ വർദ്ധിപ്പിച്ചു. അതൊരു 50 കൊള്ളാമെന്നുണ്ട്, വർദ്ധിപ്പിച്ചു, പ്രഖ്യാപനം നടത്തി. പിറ്റേ ദിവസം കമ്പനി പൂട്ടിപ്പോയാൽ കടലാസ് വായിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? നല്ല വർധനവുണ്ട്. ആഹ്ലാദ പ്രകടനം നടത്തി. ആ വർധനവും വായിച്ചിരുന്നു. തൊഴിലാളി സംഘടനകളുടെ പ്രസംഗം കഴിഞ്ഞു. തിരിഞ്ഞു ചെല്ലുമ്പോൾ ഫാക്ടറി പൂട്ടിയേക്കാണ്. കാരണം നടത്താൻ പറ്റില്ല. അപ്പോൾ ഫാക്ടറി എല്ലാ ദിവസവും പത്രം വായിച്ച് 50% വർധനവ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നവകേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ഒരു കാര്യം വ്യക്തമാക്കി. ജീവിത ചെലവിന് ആനുപാതികമായി കൂലി വർധനവ് എന്നതോടൊപ്പം തന്നെ ആ കൂലി വർധനവ് കൊടുക്കാനുള്ള ശേഷി സ്ഥാപനത്തിനുണ്ടോ എന്നതുകൂടി ഉറപ്പുവരുത്തിക്കൊള്ളണം. ഈ 2 ഭാഗം നവകേരള കാഴ്ചപ്പാട് മുഖ്യമന്ത്രി അവതരിപ്പിച്ചതിൽ ഞങ്ങളുടെ നിലപാടിൽ വളരെ കൃത്യമാണ്, ബാലൻസിംഗ് ആണ്. തൊഴിലാളിക്ക് ന്യായമായ കൂലി വേണം. ആ കൂലി കൊടുക്കാനുള്ള സ്ഥാപനത്തിൻ്റെ ശേഷി കൂടി പരിഗണിച്ചിട്ട് വേണം കൂലി നിർണ്ണയിക്കാൻ. ഏകപക്ഷീയമാകാൻ പാടില്ല. ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും തെറ്റായ ചിലത് ഇവിടുത്തെ ബോണസ് ഞാനൊന്ന്
കയറിൽ മാറ്റം വരുത്തി കുറേ കൂലിയിൽ ഇവിടെ മാറ്റം വരുത്താൻ ശ്രമിച്ചെങ്കിലും രണ്ട് കൂട്ടരും പിടിവാശിക്കാരായിരുന്നു. അതിൻ്റെ തൊഴിലാളി മാത്രമല്ല മുതലാളിമാരും ഒരു വർഷത്തെ വിട്ടുവീഴ്ച ഞാൻ പറഞ്ഞെങ്കിലും അവരത് ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ ഇപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ അവസാനിക്കുമായിരുന്നു. നിങ്ങൾ രണ്ട് കൂട്ടരും അതിനകത്ത് പോസിറ്റീവായാലും രണ്ടുപേരും പിടിച്ച് മുയലിൻ്റെ കൊമ്പ് നോക്കി തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പരിഹരിക്കാൻ പറ്റാതെ പോയത്. അല്ലെങ്കിൽ ഒരു വർഷത്തെ വിട്ടുവീഴ്ചയിൽ ശാശ്വത പരിഹാരം നമുക്കൊന്ന് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു? സ്വകാര്യ വ്യവസായം ഇവരുടെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി, കാരണം പ്രതിസന്ധിയിലാണ്, വ്യവസായം നടത്തി കൊണ്ടുപോകണം. ഏറ്റെടുക്കുക എന്നുള്ളതൊന്നും അത്ര എളുപ്പമല്ല. ഇപ്പോൾ പല അത് മുഴുവൻ ഏറ്റെടുത്ത് തന്നെ ഇപ്പോൾ കോടതി വിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റെടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മളത് ഞങ്ങളുടെ പരിഗണനയിൽ ഇപ്പോൾ ഉള്ള വിഷയമല്ല. എന്നാൽ ഈ സ്ഥാപനങ്ങളെല്ലാം തുറന്നു പ്രവർത്തിക്കണം. അതിനെന്തു ചെയ്യണം? അതിനാണ് നമ്മളിപ്പോൾ നിങ്ങൾ മോഡറൈസേഷൻ നടത്തിക്കോ, അതിനാവശ്യമായി വരുന്ന അതിൽ 40 ലക്ഷം രൂപ നമ്മൾ ഇൻസെൻറ്റീവ് നൽകും. ആ ഇൻസെൻറ്റീവിലും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ വർഷം 10 ലക്ഷം ഇൻസെൻറ്റീവ് നൽകും, 40 ലക്ഷം രൂപ വരെ. ഇത് കൂടാതെ വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് ഉണ്ടോ, അതിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിൻ്റെ 50% 10 ലക്ഷം രൂപ വരെ ഗവൺമെൻറ് നൽകും. എന്നാൽ ഞങ്ങളുടെ ഈ 2 കോടി അലോക്കേഷനൊക്കെ കൂടുതൽ അപേക്ഷ വന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ അലോക്കേഷൻ അനുസരിച്ച് വിതരണം ചെയ്യാൻ കഴിഞ്ഞു. ഈ വർഷത്തെ വിതരണത്തിൽ അതിലും ധനകാര്യ വകുപ്പ് ഇന്നലെ 70 ലക്ഷം കൂടി ഈ 2 കോടിയിൽ നിന്ന് വിതരണത്തിന് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ അപേക്ഷകർക്ക് ഈ ആഴ്ച തന്നെ അവൻ്റെ വിതരണം മുതലാളിമാരുടെ ഈ ഫാക്ടറി ഉടമകളുടെ ആ ഭാഗവും വിതരണം ആരംഭിക്കും. ഇപ്പോൾ 2 ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മെക്കനൈസേഷൻ, പിന്നൊന്ന് ഇൻട്രസ്റ്റിൻ്റെ 50%, ക്യാപ്പുണ്ട് 10 ലക്ഷം രൂപ വരെ. പിന്നെ നമ്മൾ പറഞ്ഞൊരു ഭാഗം സ്ത്രീകൾക്ക് കുറേ കൂടി മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യം ഉണ്ടാകണം. അവർക്ക് ടോയ്ലറ്റ് വേണം, നന്നായി ഇരിക്കാനുള്ള സൗകര്യം വേണം, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം വേണം, വൃത്തിയായിരിക്കണം ഇടം, നല്ല യൂണിഫോം വേണമെങ്കിൽ നിങ്ങൾ കൊടുത്തോ. ഞങ്ങൾ 5 കോടി അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. നിങ്ങളൊരു വിഹിതം എടുത്തോ, ഞങ്ങൾ കൊടുക്കുക. സ്ത്രീകൾ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം കണ്ട കാഴ്ച നിങ്ങൾ ഇരിക്കുന്നതും പൊടിയും ചെളിയും അതിനകത്ത് ഇരുന്ന് അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ മുതലാളിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി നിങ്ങളെ പൂർണ്ണമായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ ഒരു ഭാഗം ഞങ്ങൾ വഹിക്കും. ഈ ഗവൺമെന്റ് 5 കോടി രൂപ സ്ത്രീ സൗഹൃദ തൊഴിൽ സാഹചര്യത്തിന് വേണ്ടി വകയിരുത്തിയിട്ടുണ്ട്. അതിന്റെ വിഹിതം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രശ്നം ഷെല്ലിങ്ങിലാണ്. ഷെല്ലിങ്ങിൽ നമുക്ക് ആധുനികവൽക്കരണം വേണം. അതിന് നിങ്ങൾ തുടങ്ങിക്കോ. സ്വകാര്യ കമ്പനികൾ 5 കോടി രൂപ വരെ ഷെല്ലിങ്ങിൻ്റെ ആധുനികവൽക്കരണത്തിന്, യന്ത്രവൽക്കരണത്തിന് വേണ്ടി അതിന് ഗവൺമെൻറ് പ്രത്യേകം വകയിരുത്തിയിട്ടുണ്ട്. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പോൾ ആധുനികവൽക്കരണം, ഒപ്പം ഷെല്ലിങ്ങിൻ്റെ ഈ പ്രത്യേകമായത് സ്ത്രീ സൗഹാർദ്ദ അന്തരീക്ഷം, ഇതെല്ലാം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടിയാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രൂപത്തിൽ സ്വകാര്യ വ്യവസായങ്ങൾക്ക് സാമ്പത്തിക ആനുകൂല്യം നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം പണ്ട് നൽകേണ്ട കാര്യമില്ല. പണ്ട് നിങ്ങൾ ഗവൺമെൻറ്റിനാണ് നൽകേണ്ടത്. കാരണം നിങ്ങൾ നല്ല മെച്ചപ്പെട്ട നിൽക്കുകയാണ്. ഇപ്പം നിങ്ങൾ ക്ഷീണിച്ചു, അപ്പോൾ ഗവൺമെൻറ് നിങ്ങൾക്കൊപ്പം നിൽക്കണം, തൊഴിലുണ്ടാകണം, തൊഴിലാളികളുടെ വരുമാനം വർദ്ധിക്കണം. പിന്നെന്താ പ്രശ്നം? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിൻ്റെ ഒരു 4/1 വിയറ്റ്നാമിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. ഏകദേശം പകുതിയോളുള്ളൂ തമിഴ്നാടിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. വിൽക്കുമ്പോൾ മലയാളിയാണെങ്കിലും കശുവണ്ടി 2 പാക്കറ്റ് ഇരിക്കണു. ഒരു പാക്കറ്റിന് 100 രൂപ, അടുത്ത പാക്കറ്റിന് 200 രൂപ. 200 രൂപയുടെ പാക്കറ്റ് മെയ്ഡ് ഇൻ കേരള, ഇപ്പുറത്തുള്ളത് വിയറ്റ്നാം. ഞാൻ മലയാളിയാണല്ലേ, 100 രൂപ ഇരിക്കട്ടെ കേരളത്തിന്, ആരും വാങ്ങിക്കുമോ? ഒരു തവണയൊക്കെ രുചി നോക്കാൻ വേണമെങ്കിൽ കൊല്ലത്തിൻ്റെ കശുവണ്ടി അല്ലേ ചുട്ടുതെല്ലാം എന്ന് കരുതും. പിന്നെ ജൈവ പച്ചക്കറിയും വാങ്ങിക്കും. പിന്നെ ധനകാര്യമന്ത്രി പറഞ്ഞ പോലെ ചിലർ കരുതുന്നത് മറ്റേ പുഴുങ്ങിയത് കഴിച്ച 10 കഴിക്കുമ്പോൾ നിർത്തുമല്ലോ, മറ്റത് ഈ ചുട്ടു തല്ലിയത് കഴിക്കുമ്പോൾ 200 കഴിച്ച് കളയും ഇരുന്നിട്ട്. അപ്പോൾ ശരീരത്തിന് അത്ര കേടാവെന്ന് വെച്ചിട്ട് അതും മതി, പുഴുങ്ങിയത് മതി എന്നും കരുതും. വിലയും കുറവ്, കഴിക്കൽ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പോൾ ഹെൽത്ത് കുറച്ച് കോൺഷ്യസ് ആണല്ലോ. എന്നാൽ നമുക്ക് മറുഭാഗമുണ്ട്. എങ്ങനെ അദ്ദേഹം പറഞ്ഞൊരു ഭാഗമുണ്ട്, എങ്ങനെ വാല്യൂ കൂട്ടാൻ പറ്റും. അതാണ് കേരള ബ്രാൻഡ്, കേരള ക്യാഷ്യൂ അല്ലെങ്കിൽ കൊല്ലം ക്യാഷ്യൂ. നമ്മൾ അതിനുള്ള പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട്. അതിനിപ്പോൾ 10 ഉൽപ്പന്നങ്ങൾക്ക് നമ്മളിപ്പോൾ കേരള ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്.
നിങ്ങൾ പരസ്യം കാണുന്നില്ല, ഒരാൾ വെളിച്ചെണ്ണ മായാണ്, അപ്പോൾ നല്ലതാണെന്ന് പറയുമ്പോൾ തേങ്ങ വന്ന് തലയിൽ വീഴും, കണ്ടില്ല ടി വിയിൽ പരസ്യം. അപ്പോൾ അതല്ല, ഗവൺമെന്റ് സർട്ടിഫൈ ചെയ്ത ശരിയായ വെളിച്ചെണ്ണ ഇവിടെയുണ്ട്. നന്മ ബ്രാൻഡ് 10 ബ്രാൻഡുകൾ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. കാഷ്യൂ നമ്മുടെ ബ്രാൻഡിലേക്ക്. അപ്പോൾ ലോക വിപണിയിൽ കേരള കാഷ്യൂ. ഒപ്പം തന്നെ നിങ്ങൾ ഒരു കാഷ്യൂ പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അതിലൊരു QR കോഡ് വേണം. ഇത് എങ്ങനെയാണ്, ഇത് വളരെ ഓർഗാനിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. കശുവണ്ടി നട്ടു വരുന്നത് മുതൽ പറിച്ചെടുക്കുന്നതും ഇങ്ങോട്ടും അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്താകാം പ്രോസസ്സ് എങ്ങനെയാണ്, ചുട്ട് തല്ലുന്നത് അതിൻ്റെ ഇത് പ്രോസസ്സ് അത് കാണും ആളുകൾ. QR കോഡ് നോക്കിയിട്ടൊക്കെയാണല്ലോ പോയി വേണം. അപ്പോൾ വീണ്ടും വാല്യൂ അങ്ങനെ വാല്യൂ അഡീഷൻ കിട്ടുക, അത് നമുക്ക് നോക്കാവുന്നതാണ്. മറ്റധിക കാര്യങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല. അപ്പോൾ ഈ നിലയിൽ നല്ല മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി സ്വകാര്യ ഫാക്ടറികൾ ഇപ്പോൾ ഇവിടെ തന്നെ മോഡേണായുള്ള ഫാക്ടറി ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തല്ലോ. വെസ്റ്റേൺ അവർ വന്നിട്ടുണ്ടോ ഇരിക്കും, അതേ കണ്ടവിടെ. അവിടെ ചെല്ലുമ്പോൾ നേരത്തെ പറഞ്ഞു കൊടുത്ത് ഞാനപ്പോൾ തൊഴിലാളികളോട് ചോദിച്ചു എങ്ങനെയുണ്ട് അന്തരീക്ഷം, ഹാപ്പിയാണോ? എല്ലാവരും സാധാരണ നമുക്കറിയാലോ മനസ്സിൽ നിന്ന് വരുന്ന കയ്യടിയാണോ അതോ ഇനി മുതലാളി എന്തെങ്കിലും പറയുമോ നോക്കിയിട്ടുള്ള കയ്യടിയാണോ, നമുക്ക് കയ്യടിയുടെ ഒരു താളം കേൾക്കുമ്പോൾ അറിയാമല്ലോ. ഇത് എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. കാരണം കയറണമെങ്കിൽ ഞാൻ തന്നെ കയറിയപ്പോൾ തലയിൽ ക്യാപ്പ് വെച്ചു, ഗ്ലൗസ് വെച്ചു, ഷൂസ് തന്നെ വേറൊരിതിനുള്ളിൽ കയറ്റി വെച്ചു. അങ്ങനെയാണ് അതിനകത്തേക്ക് തന്നെ കയറുന്നത്. ഏറ്റവും ആധുനികമായിട്ടുള്ള രീതികളാണ് എല്ലാ മെഷീനുകൾ. ഓസ്കാറിൽ ആളുകൾ ഇരുന്ന് ഇത് കാണുമ്പോൾ കുറിക്കണത് അവരുടെ കശുവണ്ടിയാണ്. ഗ്രാൻമി അവാർഡിലും അവരുടെ കശുവണ്ടിയാണ് കുറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റേ അദ്ദേഹത്തിൻ്റെ പുതിയതിൽ എന്തെല്ലാം മാറ്റം വരുന്നുള്ളൂ വേറെ നോക്കണം. എങ്കിലും നമുക്ക് ആഭ്യന്തര വിപണിയുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ളൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ 10-20 രാജ്യങ്ങളുടെ മൊത്തം ജനസംഖ്യയേക്കാൾ അധികമായിരിക്കും. നമ്മുടെ പർച്ചേസിങ് 20-30% കൂട്ടിയാൽ മതി. കശുവണ്ടി വാങ്ങിക്കുന്നവർ മാത്രം എടുത്താൽ അമേരിക്കയേക്കാൾ വലിയ ഡിമാൻഡ് ഇവിടെ ഉണ്ടാവും, യൂറോപ്പിനേക്കാൾ വലിയ ഡിമാൻഡ് ഇവിടെ തന്നെ ഉണ്ട്. എന്തായാലും അങ്ങനെ ആധുനിക പ്രയോഗം നടത്തിയതിന് അവർ ഞാൻ ഈ വെസ്റ്റേൺ കാഷ്യൂ ഫാക്ടറിയെ ഈ സമയം പ്രത്യേകം അഭിനന്ദിക്കുന്നു. കൊല്ലത്തിൻ്റെ കശുവണ്ടി വ്യവസായത്തിൻ്റെ ഭാവിയുടെ ഒരു പ്രതീകമായി അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. എങ്ങനെയാണ് അതിലേക്ക് മാറ്റാൻ കഴിയുക എന്നുള്ളത് നമ്മളും പഠിക്കേണ്ടതാണ്. അതിന് ഗവൺമെൻറ് എന്തെങ്കിലും സഹായം ചെയ്യേണ്ടതുണ്ടോ, ടെക്നോളജി എങ്ങനെ വേണ്ടി വരും. മറ്റു ചില ഫാക്ടറികളുണ്ട്, ഞാൻ ഒന്ന് കണ്ടു. അപ്പോൾ ചിലർ വിചാരിക്കണം ഞങ്ങളും ഇതേപോലെ ഉണ്ടെങ്കിൽ ഞങ്ങളെന്തോ പറഞ്ഞില്ലെന്ന് വിചാരിക്കേണ്ടതില്ല. കണ്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഏറ്റവും നല്ല രീതിയിൽ തൊഴിലന്തരീക്ഷം അവിടെ കശുവണ്ടി തൊഴിലാളിയുടെ മക്കളും ജോലിക്ക് പോകും. ഞാൻ അവിടെ ചെന്നപ്പോൾ എറണാകുളത്ത് തന്നെ 2-3 പേരാണ് ടെക്നിക്കൽ സൈഡിലൊക്കെ ഉള്ളത്. ഇവിടെ കശുവണ്ടി തൊഴിലാളിയുടെ മക്കൾ കശുവണ്ടി തൊഴിലിന് വരില്ല. അവർ അത് ഒരു ദിവസം കാണുമ്പോൾ തന്നെ നമ്മുടെ അമ്മ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഇതെന്നുള്ള വേദനയിലായിരിക്കും, എങ്ങനെയെങ്കിലും ഇത് രക്ഷപ്പെടണേ എന്നായിരിക്കും അവരിത് കാണുമ്പോൾ തോന്നുക. നല്ല ഫാക്ടറി, മോഡേൺ ഫാക്ടറി ചെല്ലുമ്പോഴോ എനിക്കിവിടെ ഒരു ജോലി കിട്ടിയിരുന്നെങ്കിലോ എന്ന് അതേ മകനോ മകൾക്കോ തോന്നും. നല്ല വരുമാനം, നല്ല സാഹചര്യം. ഇങ്ങനെയാണ് പുതിയ കാലം വ്യവസായത്തിൻ്റെ മാറ്റത്തെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങൾ ഈ തൊഴിലാളികളെയും അതുപോലെ അഭിമുഖീകരിച്ചപ്പോൾ പറഞ്ഞു കയ്യടികൾ തൽക്കാലത്തേക്കുള്ള ആവശ്യം. അടിസ്ഥാന പ്രശ്നം നമ്മൾ മനസ്സിലാക്കി പരിഹരിക്കണം. ഇപ്പോൾ കാഷ്യൂ കോർപ്പറേഷൻ കാപ്പെക്സ്, അതുപോലെ കശുവണ്ടി വികസന അതോറിറ്റി, പിന്നെ കാഷ്യൂ ബോർഡ്, ഇത്രയും സ്ഥാപനം എന്തിനാ? ഞാനൊന്ന് കൂട്ടി യോജിപ്പിക്കാൻ നോക്കി, പക്ഷെ പലതും പല ഘടനയാണ്. ഇപ്പോൾ മിക്കവാറും ഈ മന്ത്രിസഭ ധനകാര്യ വകുപ്പ് അംഗീകരിച്ചു. കഴിഞ്ഞ 4 വർഷത്തെ ഞങ്ങളുടെ ശ്രമത്തിൻ്റെ അവസാനം ഈ അടുത്ത മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കശുവണ്ടി നമ്മുടെ കയർ കോർപ്പറേഷൻ ഫോമാറ്റിക്സ്, രണ്ടും 2 സ്ഥാപനങ്ങളായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒന്നും മതിയും തീരുമാനിച്ചു. അതുകൊണ്ട് ഫോമാറ്റിക്സിന് ചെയർമാൻ ഇല്ല, ബോർഡില്ല, മറ്റു കാര്യങ്ങളില്ല. ഇപ്പോൾ 2 ഒന്നാവുകയാണ്. പിന്നെ കയറിനൊരു അപ്പെക്സ് ബോഡി ഉണ്ടായിരുന്നു, ഇപ്പോൾ അതും ഞങ്ങൾ ഒഴിവാക്കി. നമ്മുടെ ഒരു പ്രശ്നം ഈ സ്ഥാപനങ്ങൾ വന്ന് കുറേ കഴിയുമ്പോൾ സ്ഥാപനങ്ങളുടെ ജീവനക്കാരുടെ പ്രശ്നമായിരിക്കും കൂടുതൽ വരാം. ഇപ്പം കയർ ക്ഷേമനിധി ഒരു വർഷം കൊടുക്കുന്നത് 1,70,00,000. അതിന് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് 4,80,00,000. എങ്ങനെയുണ്ട്? പാവപ്പെട്ട കയർ പിരിക്കുമ്പോൾ തൊഴിലാളിക്ക് കൊടുക്കേണ്ടത് 1,70,00,000 ആകെ. അത് നടത്തി കൊണ്ടുപോകാനുള്ള ജീവനക്കാർ മറ്റു ചെലവ് അത് 4,70,00,000. ഇപ്പോൾ കുറേ കഴിയുമ്പോൾ ബോർഡുകൾ ജീവനക്കാർക്കുള്ളതായി മാറും, തൊഴിലാളി മാറി ജീവനക്കാരായി. അപ്പോൾ ഈ സ്ഥാപനങ്ങളുടെ എണ്ണം കുറയ്ക്കേണ്ടതുണ്ട്, അതിൻ്റെ ചെലവും കുറയ്ക്കണം. ആവശ്യത്തിനുള്ള ആളുകളെ വയ്ക്കാൻ പാടുള്ളൂ. അതിൻ്റെ ഒരു റീസ്ട്രക്ചറിങ് വേണം. അപ്പോൾ ഇവരെല്ലാം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരാ. അവരവിടെ ഇരിക്കുന്ന ഭരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സിനെ കൊടുക്കും എല്ലാ ബോർഡിലേക്കും. കാരണം ഇവർക്ക് കുറച്ച് സമ്മർദ്ദം ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ തൽക്കാലത്തേക്കുള്ള കയ്യടി നോക്കിയിട്ട് കാര്യമില്ല.
ഇപ്പം ഞങ്ങൾ 5 വർഷത്തേക്ക് ഞങ്ങളുടെ ചുമതല, 5 വർഷം മാത്രം നോക്കി ഞങ്ങൾക്ക് ഭരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ശരിയായ ഭരണാധികാരികളാവില്ല. ഞങ്ങൾ ഭാവിയിലേക്കാണ് നോക്കുന്നത്. ഇപ്പം തൽക്കാലത്തെ കൈയടിക്ക് വേണ്ടി ഇപ്പോൾ ധനകാര്യമന്ത്രി ആദ്യം വന്നപ്പോൾ ഭയങ്കര വിമർശനമായിരുന്നു. ഒന്നും കൊടുക്കണില്ല, പിശുക്കൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പറഞ്ഞു. പുള്ളി ഇത്തിരി പിശുക്കുള്ള ആൾ തന്നെയാണ്. എന്നാൽ പോലും ഇപ്പോഴോ ഈ ഓണത്തിന് എത്ര സന്തോഷമായിരുന്നു കേരളം അല്ലേ? എവിടെയെങ്കിലും ഒരു ചെറിയ സമരം, ഒരു പ്രശ്നം, സപ്ലൈക്ക് ഒന്ന് കയറാൻ പറ്റുന്നില്ല, അത്രയും തിരക്ക്. സപ്ലൈക്ക് മാത്രമേ എല്ലാ കടയിലും തിരക്ക്, എല്ലാവരുടെ കയ്യിലും പണം. കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിൽ ഈ ഞെരുക്കത്തിനിടയിലും ഇത്രയും സമൃദ്ധിയോടെ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മാനേജ്മെന്റ് വൈദഗ്ധ്യത്തിൻ്റെ കൂടി ഭാഗമാണ്. അത് കൊല്ലംകാർക്ക് അഭിമാനിക്കാം നിങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിൽ. എന്നാൽ അദ്ദേഹം വന്നപ്പോൾ തന്നെ നമ്മുടെ മന്ത്രി രാജീവ് ചോദിച്ചേക്കാണ് കശുവണ്ടി കൊല്ലാണ്, ഇടുക്കട്ടെ ഒരു 50 കോടി അങ്ങനെ എടുത്ത് കൊടുത്തെങ്കിലോ ഇപ്പോൾ എവിടെ നിൽക്കും? ഇപ്പോൾ അന്തം വിട്ട് നിൽക്കേണ്ടി വരും. അപ്പം ഞങ്ങൾ ദീർഘകാലത്തേക്ക് നോക്കുന്നത്, തൽക്കാല കൈയടിക്ക് വേണ്ടിയല്ല ഞങ്ങൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു അടിത്തറ വന്നിരിക്കുന്നു, കശുവണ്ടിക്ക് ഇവിടെ ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു നിർദ്ദേശം, അതും സ്ഥലം ഉപയോഗിക്കുന്നത് ഞങ്ങളിപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം അംഗീകാരം നൽകിയിട്ടുണ്ട്. ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം വ്യവസായ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കാം. ഇനി നിങ്ങൾ കശുവണ്ടി ഫാക്ടറികൾ എല്ലാവരും ചേർന്ന്, സ്വകാര്യ ഫാക്ടറികൾ, നിങ്ങളും കശുവണ്ടി ഫാക്ടറി നിർത്തിയിട്ട് വേണം, നിലനിർത്തിക്കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും, ഇപ്പോൾ നിങ്ങൾക്ക് കശുവണ്ടി വാങ്ങിക്കുന്നു, കശുമാങ്ങയും വേണോ? നിങ്ങളിപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ അനുമതി നൽകി. കഴിഞ്ഞ ദിവസം അതിൻ്റെ ബില്ല് പാസ്സായി ഈ നിയമസഭ. ബഹളത്തിൻ്റെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അതിൻ്റെ പുതിയതും പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ കശുവണ്ടി പ്രൊക്യൂർ ചെയ്യുന്നതോടൊപ്പം വാങ്ങിയെടുത്തു, നിങ്ങൾ കശുമാങ്ങിയെടുത്തു, അവിടെ തന്നെ ചെറിയൊരു യൂണിറ്റ് ഉണ്ടാക്കിക്കോ. വീര്യം കുറഞ്ഞ മദ്യം, വീര്യം കൂടിയതല്ല, വീര്യം കുറഞ്ഞത്, അല്ലെങ്കിൽ മറ്റ് ഉൽപ്പന്നങ്ങൾ, ഫുഡ് പ്രോസസ്സിംഗ് തന്നെയാകാം. അത് നമുക്ക് ഇപ്പം ഞങ്ങൾ പുതിയൊരു ഭേദഗതിക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലാന്റേഷൻ ഡൈവേഴ്സിഫിക്കേഷൻ. 10 കൊല്ലത്തിൽ കൂടുതൽ ആയുസ്സുള്ള എല്ലാ മരങ്ങളും, ശ്രീ വെങ്കിട്ടരാമൻ ആ കമ്മിറ്റിയിലുണ്ടായതാണ്, 10 കൊല്ലത്തിൽ കൂടുതൽ ആയുസ്സുള്ള എല്ലാ മരങ്ങളും പ്ലാന്റേഷൻ നിർവചനത്തിൽപ്പെടുത്തുക. റംബൂട്ടാൻ പിടുത്തം, മാങ്കസ്യം പിടുത്തം, അല്ലെങ്കിൽ പ്ലാവ് വരട്ടും. പ്ലാവ് പോലും നമുക്ക് അങ്ങനെ വയ്ക്കാൻ പറ്റില്ല, മാവ് വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും ശിഷ്യനോട് പറയും, നിങ്ങൾ കൊടുത്ത, ഇപ്പം ഞങ്ങൾക്കൊക്കെ തന്നല്ലോ, ഇവർ കൊടുത്ത കശുമാവ് പൂത്ത് അതിൽ നിന്ന് കിട്ടിയ തോട്ടണ്ടി നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ വ്യവസായങ്ങൾക്ക് എല്ലാം എടുത്തിട്ടും മറ്റ് സ്റ്റേറ്റിനും കൊടുക്കാം. 3 കൊല്ലം കഴിയുമ്പോൾ കായ്ച്ച കണക്കെടുത്താൽ. പക്ഷെ എന്താ പ്രശ്നം? അത് കായ്ക്കാത്തതുകൊണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തിൻ്റെ കുഴപ്പമില്ല. നമ്മളൊരു വീട്ടിൽ 2 എണ്ണമായിരിക്കും, അല്ലെങ്കിൽ 1 വെച്ചു, അല്ലെങ്കിൽ 10 വെച്ചു. പ്ലാന്റേഷൻ സ്വഭാവത്തിലല്ല. അതുകൊണ്ട് ഇത് കിട്ടുന്ന ആൾ അത് അവിടെ തന്നെ അത് തീരും, മൊത്തത്തിൽ പ്രൊക്യൂർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പ്ലാന്റേഷനിലേക്ക് നേരത്തെ ഉള്ളത് മാത്രമല്ല പുതിയതും കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഭേദഗതി ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുമില്ല. എന്തായാലും ഇത് ഒരു കോൺക്ലേവ്, ചിലത് പറയുന്ന പോലെ ഇതേവരെ ഞങ്ങൾക്ക് ഇന്ന് ഞാൻ ചില നിർദ്ദേശങ്ങൾ പാർലമെന്റ് അംഗങ്ങളുടെ കണ്ടു. ഇതൊരു കടലാസായിട്ട് ഞങ്ങൾക്ക് എഴുതരാമല്ലോ. ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ എത്ര കാലം എഴുതരാം? ഒരിക്കലും തരാത്ത ആളുകൾ പത്രത്തിലൂടെയാണ് ഇപ്പോൾ അവരാണ് ഒടുവിൽ ഇറങ്ങുന്നത്. ഞങ്ങൾ തുടർച്ചയായി ഈ പ്രവർത്തനം നടത്തി ഇപ്പോൾ നല്ല മാറ്റത്തിൻ്റെ ഒരു ഘട്ടമാണ്. ഇനിയും നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. കുറേയേറെ സമീപനങ്ങളിലെ മാറ്റം തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ട്, ട്രേഡ് യൂണിയനുകളുടെ ഭാഗത്തുനിന്നുണ്ട്, കമ്പനി ഉടമകളുടെ ഭാഗത്തുനിന്നും ആ മാറ്റം വന്നിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെയും സമീപനങ്ങളിൽ കുറേ കൂടി ഇൻഡസ്ട്രിക്ക് അനുകൂലമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നിച്ചിങ്ങനെ നീങ്ങിയാൽ ഞാൻ പറയുന്നു കൊല്ലത്തിൻ്റെ നഷ്ടപ്രതാപം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. അതിന് ഈ കോൺക്ലേവ് നിർണായകമായ സംഭാവനകൾ നൽകും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.